ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുന്ന, പ്രത്യേകിച്ച് ഇസ്രായേലിന് ഞെട്ടലുളവാക്കിയ ഒരു വാർത്തയാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇസ്രായേലിന്റെ അകത്തു കയറി ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട സെൻസിറ്റീവായ ഡോക്യുമെന്റുകളാണ് ഇറാൻ പൊക്കിയിരിക്കുന്നത്. ഇറാന്റെ നാഷണൽ TV തന്നെയാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇസ്രായേലിന്റെ വളരെ സെൻസിറ്റീവായ ആണവ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട, അതുപോലെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകളാണ് ഇറാൻ പൊക്കിയിരിക്കുന്നത്. ഇതിനുവേണ്ടി ഇറാൻ ഇന്റലിജൻസ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേലിനകത്തുള്ള അവരുടെ ഉദ്യോഗസ്ഥർ തന്നെയാണ് എന്നതാണ് ഇസ്രായേലിനെ ഏറെ അമ്പരപ്പിച്ചിരിക്കുന്നത്. ഈ വാർത്ത ഇസ്രായേലിന്റെ ജെറുസലം പോസ്റ്റിലും അതുപോലെ വൈനെറ്റ് തുടങ്ങിയ ഇസ്രായേലിന്റെ പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇറാന് വേണ്ടി ചാരപ്രവൃത്തി നടത്തി എന്നതിന്റെ പേരിൽ 2 പൗരന്മാരെ ഇസ്രായേൽ അറസ്റ്റ് ചെയ്തിരുന്നു. റോയി മിസ്ര അതുപോലെ ആൽമോം എന്ന് പറഞ്ഞ 2 വ്യക്തികളെയായിരുന്നു അറസ്റ്റ് ചെയ്തിരുന്നത്. ഇറാൻ ഇപ്പോൾ വെളിപ്പെടുത്തിയ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അവരെ അറസ്റ്റ് ചെയ്തത് എന്ന കാര്യം ഇപ്പോൾ ബോധ്യപ്പെടുകയാണ്. ഇറാൻ പുറത്തുവിട്ട വാർത്തയിൽ പറയുന്നത് പ്രകാരം ഈ 2 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവരിൽ നിന്ന് വളരെ കൃത്യമായി ഡോക്യുമെന്റുകൾ കൈപ്പറ്റിയതിനു ശേഷം അത് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചതിന് ശേഷം മാത്രമാണ് അവരെ ഇസ്രായേലിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത് എന്നാണ്. മാത്രമല്ല, ഇത് ഏകദേശം മാസങ്ങൾക്ക് മുമ്പാണ് ഈ ഡോക്യുമെന്റുകളെല്ലാം ചോർത്തിയെടുത്തത് എങ്കിലും ഈ വാർത്ത പുറത്തുവിടാതിരുന്നത് ഇത് വളരെ സുരക്ഷിതമായി ഇറാൻ അകത്തേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഇതിന് പിന്നിലുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് സുരക്ഷിതമായ കേന്ദ്രങ്ങളിൽ എത്തിയിട്ടുണ്ടെന്നും അതിലുള്ള പിക്ചറുകളും വീഡിയോകളും ഡോക്യുമെന്റുകളും പരിശോധിക്കാൻ ധാരാളം സമയമെടുക്കുന്നുണ്ടെന്നും ഇപ്പോഴും അത് പരിശോധിച്ചു വരികയാണ് എന്നും ചില ഡോക്യുമെന്റുകളെല്ലാം പുറത്തുവിടുമെന്നുമുള്ള ഭീഷണി ഇറാന്റെ ഭാഗത്തുണ്ട്. ഇറാന് ആണവായുധം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ ഭീഷണികൾ നിലനിൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ഭീഷണികളുമായി അമേരിക്കയും മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ ആണവായുധങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഒരുപക്ഷെ ഇറാന് പുറത്തുവിടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ചാരപ്രവൃത്തി നടത്താൻ വേണ്ടി ഇറാൻ ധാരാളം ആളുകളെ ഇസ്രായേലിന് അകത്ത് നിന്ന് തന്നെ റിക്രൂട്ട് ചെയ്തിരിക്കുന്നു എന്ന കാര്യം ഇറാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പല സമയങ്ങളിലും ഇറാനിലെ ഹാക്കർമാർ ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട ചില വെബ്സൈറ്റുകളെല്ലാം ഹാക്ക് ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട വെബ്സൈറ്റുകളെല്ലാം ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട സൈറ്റുകളൊക്കെയും ഹാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഡോക്യുമെന്റുകൾ തന്നെ പൊക്കിയെടുത്തു എന്നതാണ് ഇതിനെ ഒരു ഗുരുതരമായ ഒരു കാര്യമായി ഇസ്രായേലും അതുപോലെ തന്നെ അന്താരാഷ്ട്ര ലോകവും ഇത് നിരീക്ഷിക്കാനുള്ള കാരണം. എന്നാൽ ഈ വാർത്തകൾ പുറത്തു വന്നെങ്കിലും ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായ ഒരു പ്രതികരണവും ഇതുവരെ ഇസ്രായേലിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. എന്തായാലും ഇറാനെ ആക്രമിക്കുന്ന വല്ല സാഹചര്യങ്ങളും ഉണ്ടായാൽ വളരെ കൃത്യമായ സൈറ്റുകളിലും വളരെ കൃത്യമായ പോയിന്റുകളെയും ആക്രമിക്കാൻ ഇറാന് ഈ ഡോക്യുമെന്റുകൾ വഴി സാധിക്കുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.